മന്ത്രി പണ്ട് മുതലേ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലുണ്ടല്ലോ. ആദ്യം മെസ്സി വരുമെന്ന് പറഞ്ഞു, പിന്നീട് അത് മാറ്റി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നവംബർ 2025 നവംബർ വരെ എത്തി. ഇനി അതും പറയാൻ പറ്റത്തില്ല. അടുത്ത വിൻഡോയിൽ അർജന്റീന ടീം എത്തുമെന്നാണ് പുതിയ വാദം ഇപ്പോൾ നിൽക്കുന്നത്. മെസ്സി വരുമെന്ന് പല പ്രാവശ്യം പറഞ്ഞ മന്ത്രിക്ക് ഇപ്പോൾ മാധ്യമങ്ങളോട് കട്ടക്കലിപ്പാണ്. കലൂർ സ്റ്റേഡിയത്തെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇല്ല എന്നുള്ളതാണ് സത്യം. ജനങ്ങളോട് വിശദീകരിക്കേണ്ട മന്ത്രി ചോദ്യങ്ങളോട് ഉരുണ്ട് കളിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോഴും. ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുണ്ട്. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ ടീം വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും. മന്ത്രി ആവേശത്തോടെ പറഞ്ഞു. അതിലും വലിയ ആവേശത്തിലാണ് കായിക പ്രേമികൾ മെസ്സി വരുമെന്ന ആ വലിയ പ്രഖ്യാപനം ഏറ്റെടുത്തത്. ഒരു സ്പോൺസറെ വിശ്വസിച്ച് മുന്നോട്ടു പോയ കായിക മന്ത്രി മെസ്സിയുടെ വരവിൽ അനിശ്ചിതത്വം വന്നപ്പോഴൊക്കെ പന്ത് സ്പോൺസർക്ക് പാസ് ചെയ്ത് തടിതപ്പി. പക്ഷേ സ്പോൺസറുടെ വാക്കും കേട്ട് കായിക മന്ത്രി വീണ്ടും കേരളത്തിലെ കായിക പ്രേമികൾക്ക് ആശ കൊടുത്തു. നവംബർ എന്ന ചുരുങ്ങിയ കാലയളവിൽ ടീമിനെ എത്തിക്കുന്നത് പ്രായോഗികമല്ലെന്ന മാധ്യമ വാർത്തകളൊക്കെ മന്ത്രിയും സ്പോൺസറും ഒരുപോലെ നിഷേധിച്ചു. സൗഹൃദ മത്സരം നവംബറിൽ നടക്കില്ലെന്ന് സ്പോൺസർ തന്നെ സ്ഥിരീകരിച്ചതോടെ കായിക മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളുടെ മേൽ കുതിര കയറുകയാണ്. തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പോൾ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ തന്നോട് ഇവിടുന്ന് ഞാൻ ഇപ്പൊ തർക്കിക്കാൻ പറ്റുന്നില്ല. എന്താ അറിയോ, അത് ശരിയാവില്ല. മനസ്സിലായില്ല. ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉരുണ്ടുകളി, പിന്നെയും ചോദിച്ചാൽ ഫൗൾ പ്ലേ. ചെവിയിൽ വന്നിട്ടല്ലോ പറയേണ്ടത്. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മന്ത്രിക്കും സ്പോൺസർക്കും പുറമെ ഈ ഗ്രൗണ്ടിൽ കളിക്കാർ ഇനിയും ഉള്ളതുകൊണ്ട് പാസ് നൽകാൻ എളുപ്പമാണ്. ബഹുമാനപ്പെട്ട GCയുടെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു അവ്യക്തമായിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ എത്ര നാൾ ഇങ്ങനെ പരസ്പരം പാസ് നൽകി തടിതപ്പും? മോശം പദപ്രയോഗങ്ങൾ നടത്തി ഇങ്ങനെ ഒഴിഞ്ഞുമാറി പോകുമ്പോൾ കായിക മന്ത്രി സ്വയം പരിഹാസ്യനാവുകയല്ലേ? പുതിയ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നതിന് മുൻപ് പാളിപ്പോയ തീരുമാനങ്ങളിലെ വസ്തുത ജനങ്ങൾ അറിയണം. ടി. സരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.